പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് CRPFിലേക്ക്, പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള CRPFിലേക്ക് ഇപ്പോൾ നിരവധി അവസരങ്ങളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ് ആരംഭിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ്, എലിജിബിലിറ്റി, അതുപോലെ തന്നെ ഹൈറ്റ് ക്രൈറ്റീരിയ, സാലറി, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ, അതായത് CRPFിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗം വരെ കാണുക. അതുപോലെ തന്നെ ഇന്ത്യൻ സേനയുടെ യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ, കാരണം പലർക്കും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു വർഷം എന്നുള്ളത് ജനുവരി തൊട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർമി, എയർഫോഴ്സ്, നേവി ഓൾറെഡി വിളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുന്നു. നേവിയുടേത് മെയ് മാസം നേവിയുടെ എക്സാം നടക്കാൻ പോവുകയാണ്. ജൂൺ മുതൽ ആർമിയുടെ എക്സാം. കഴിഞ്ഞ വർഷം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള SSCയുടെ റിട്ടേൺ എക്സാമിനേഷൻ ഈ ഒരു മാസം തൊട്ട്, ഏപ്രിൽ മാസം തൊട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ നിരവധി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം ആവുമ്പോഴേക്കും തന്നെ ഏകദേശം ലക്ഷത്തിൽ പരം ഒഴിവുകളിലേക്കാണ് ഇന്ത്യൻ ഡിഫൻസ് പല വേക്കൻസികളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. പലരും ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പലരും നല്ല പ്രിപ്പറേഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ CRPFിലേക്കും ഒഴിവുകൾ വന്നിട്ടുള്ളത്. CRPF റിക്രൂട്ട്മെൻറ്റ് 2026. ആദ്യം തന്നെ ഇത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സസ്, CRPF. ഇത് പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഹോം മിനിസ്ട്രിയുടെ ഡയറക്റ്റ് അണ്ടറിൽ വരുന്ന ഒരു ഫോഴ്സാണ് CRPF. വേക്കൻസി കൊടുത്തിട്ടുള്ളത് 9000 വേക്കൻസീസ് ആണ്. ഇപ്പോൾ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ തസ്തികയിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. 9195 വേക്കൻസിയാണ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് പ്ലസ് 9000 എന്നുള്ളത് ഇതിനേക്കാൾ കൂടിയേക്കാം എന്നുള്ളത് കൊണ്ടാണ് പ്ലസ് 9000 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന് ടെക്നിക്കൽ, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ പ്ലസ് പയനീർ ബാച്ചിലേക്ക്. അങ്ങനെ 3 കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ CRPFിലേക്ക് ഒഴിവുകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഓവറോൾ വേക്കൻസിയാണ് പ്ലസ് 9000 എന്നുള്ളത്. ആപ്ലിക്കേഷൻ ഡേറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നു 20 ഏപ്രിൽ 2026 മുതൽ ഇതിൻ്റെ ഡേറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയും ആപ്ലിക്കേഷൻ കൊടുക്കാൻ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ, കാരണം പലരും ലാസ്റ്റ് ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പല സമയങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ലക്ഷത്തിൽ പരം ഉദ്യോഗാർത്ഥികൾ തന്നെ കേരളത്തിൽ നിന്ന് ആപ്ലിക്കേഷൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്, കോമ്പറ്റീഷൻ വളരെ അധികമായിരിക്കും ഇത്തവണ നിങ്ങളുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 19 മെയ് 2026 ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. എങ്കിൽ പോലും, കാരണം കഴിഞ്ഞ ഒരു ഏകദേശം ഒരാഴ്ച എന്നുള്ളതിൽ ചെറിയൊരു സമയം മാത്രമേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരുന്നുള്ളൂ. പല സമയങ്ങളിലും ഇത് ജാമായി പോകുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ, നിങ്ങൾ ഇന്നാണ് വീഡിയോ കാണുന്നുണ്ട്, ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ, അതായത് അവസാന തീയതിയെ വെയിറ്റ് ചെയ്യരുത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എന്തൊക്കെയാണ് നമുക്കിതിൻ്റെ യോഗ്യത എന്നുള്ളത്. മിനിമം 10ാം ക്ലാസ് മാത്രം പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ്, നേവിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ 50% അല്ലെങ്കിൽ 33% എന്നുള്ള ക്രൈറ്റീരിയ ഇതിനകത്തില്ല. നിങ്ങൾ മിനിമം മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള, അതായത് 10ാം ക്ലാസ് മിനിമം മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ +2 പ്ലസ് IT സർട്ടിഫിക്കറ്റ്, ട്രേഡ് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻതൂക്കം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യെസ് ഓർ നോ എന്നുള്ളത്. യെസ് ആണെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് നിർബന്ധമായും ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അടുത്തായിട്ടാണ് ഏജ് ലിമിറ്റ്. 18നും 23നും ഇടയിൽ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അതായത് ജനറൽ കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു 18 മുതൽ 23 വയസ്സ് വരെ എന്നുള്ളതും. അതുപോലെ തന്നെ OBC കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 3 വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. 5 വയസ്സിൻ്റെ ഇളവ് SC ST ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. അതായത് 23 + 5 28 വയസ്സ് കംപ്ലീറ്റ് ആവാൻ പാടില്ല ഷെഡ്യൂൾഡ് കാസ്റ്റും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. OBC ആണെങ്കിൽ 26 വയസ്സ് വരെ OBC കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ഏജ് ലിമിറ്റാണ് വന്നിട്ടുള്ളത്. 21 മുതൽ 27 വയസ്സ് വരെ, 18 അല്ല, 21 മുതൽ 27 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അവർക്കും +5 +3
വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റിലേക്ക് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. എത്രയാണ് വേക്കൻസി എന്നുള്ളത് പർട്ടിക്കുലർ ട്രേഡിനും അനുസരിച്ചിട്ടാണ് ഇപ്പോൾ വേക്കൻസി കൊടുത്തിട്ടുള്ളത്. അത് കോൺസ്റ്റബിൾ, ടെക്നിക്കൽ പ്ലസ് ട്രേഡ്സ്മാൻ, ഈ 2 കാറ്റഗറിയിലേക്കും. അതായത് ട്രേഡ്സ്മാൻ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 8-9 കാറ്റഗറിയിലേക്കാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് മുന്നേ നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക. കോൺസ്റ്റബിൾ, ടെക്നിക്കൽ പ്ലസ് ട്രേഡ്സ്മാൻ. ടെക്നിക്കലിന് 12th പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ITI സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ബാക്കി ട്രേഡ്സ്മാൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 10ാം ക്ലാസ് മാത്രം മതി. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകതയില്ല. അതിന് നിങ്ങൾ നോ എന്നുള്ളത് മാത്രം കൊടുത്താൽ മാത്രം മതിയാകും. പയനിയർ വിങ്ങിലേക്ക് അത് ചെറിയൊരു ചെറിയൊരു ലിമിറ്റഡ് സീറ്റ് മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഉദ്യോഗാർത്ഥികളും കോൺസ്റ്റബിൾ, ട്രേഡ്സ്മാൻ അതുപോലെ തന്നെ ടെക്നിക്കൽ ട്രേഡിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സെപ്പറേറ്റ് വേക്കൻസിയാണ് പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് വേക്കൻസി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പറ്റീഷൻ അളവ് കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ. കാരണം പല വീഡിയോസിലും നമ്മൾ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പ്രിയോറിറ്റി, ഒരുപാട് ഹൈ ലെവലിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് ഓരോ സ്ഥലത്തും നമ്മൾ യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലേക്ക് കൂടി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുത്തതിനെ കൊണ്ട് മാത്രം മതിയാവില്ല. നിങ്ങൾ ഫിസിക്കലും അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അതിനകത്ത് റണ്ണിങ് ആയിരിക്കും. റണ്ണിങ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ റിട്ടേൺ എക്സാമിനേഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നതായിരിക്കും. അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതായത് നമ്മുടെ ഹൈറ്റ് വെയിറ്റ് ചെക്ക് ചെയ്യുന്നതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനകത്ത് വരുന്നത്. അതിനുശേഷമാണ് റിട്ടേൺ എക്സാമിനേഷൻ എന്നുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ഓഫ്ലൈൻ എക്സാമിനേഷൻ ആയിരിക്കത്തില്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. CBT ആയിരിക്കും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. അതിനുശേഷം ട്രേഡ് സ്കിൽ ടെസ്റ്റ്. അതിപ്പോൾ നിങ്ങൾ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് അവർ ഓടിച്ചിട്ട് നോക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്കാണ്, ഇപ്പോൾ സ്വീപ്പർ തസ്തികയിലേക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രേഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത് ക്വാളിഫൈ ആവത്തുള്ളൂ. അതിനുശേഷമാണ് വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ റിക്വയർമെൻറ്റ് 170 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ആൺകുട്ടികൾക്ക് വേണ്ടത്. പെൺകുട്ടികൾക്കാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ. അപ്ലിക്കേഷൻ ഫീ, നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ കയ്യിൽ കരുതേണ്ടത് എന്നുള്ളത്. 100 രൂപയാണ് OBC, ജനറൽ, EWS കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ SC ST അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഫീ അടയ്ക്കേണ്ട ആവശ്യകത ഇല്ല. എങ്കിൽ പോലും നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ഫീ ആയിട്ട്, അതായത് അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിൽ അവരുടെ ചാർജ് ഈടാക്കുന്നതാണ്. ഗവൺമെൻറ്റിന്, അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫീ എന്നുള്ളതിൽ ഈ ഒരു SC ST പെൺകുട്ടികൾക്കും ബാധകമല്ല എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 100 രൂപ ചാർജ് ഈടാക്കുന്നതാണ്. പ്ലസ് അവരുടെ എത്രയാണ് അവർ ചാർജ് എടുക്കുന്നത് അതുകൂടെ. നല്ലൊരു സാലറി പാക്കേജ് തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. സ്റ്റാർട്ടിങ് തന്നെ 21,700 മുതൽ 69,100 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് പുറമേ ആയിട്ടാണ് നിങ്ങൾക്ക് അലവൻസ് ലഭിക്കുന്നത്. DA, HRA തുടങ്ങിയ ഒരുപാട്. അതുപോലെ തന്നെ നമ്മുടെ പല കാറ്റഗറിയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള അലവൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. അത് ഏകദേശം നമ്മുടെ സ്റ്റാർട്ടിങ് സാലറി തന്നെ എന്നുള്ളത് 30,000-ന് മേലെ തന്നെ ലഭിക്കുന്നതാണ്. ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, പല ഉദ്യോഗാർത്ഥികൾക്കുള്ള ഡൗട്ടാണ്, ഇത് അഗ്നിവീർ ആണോ എന്നുള്ളത്. ഇത് അഗ്നിവീർ അല്ല, പെർമനൻറ്റ് പോസ്റ്റാണ്. 60 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ സാധിക്കുന്ന CRPF-ലേക്കുള്ള പാരാമിലിറ്ററി ഫോഴ്സിലേക്കുള്ള സെലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നല്ലൊരു അവസരം തന്നെയാണ്. ആരും തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും അതുപോലെ തന്നെ രക്ഷിതാക്കളായിക്കോട്ടെ മിസ്സാക്കരുത്. കാരണം അത്രമാത്രം വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഓവറോൾ ഒരു കൺക്ലൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 9,000-ൽ പരം വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഏജ് ലിമിറ്റും നമുക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ നിർബന്ധമായി അപ്ലിക്കേഷൻ കൊടുക്കുക. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. നല്ല എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്ന, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, മെഡിക്കൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ലഭിക്കുന്ന നല്ലൊരു യൂണിഫോം പോസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് യൂണിഫോം അണിയാൻ, അത് എന്ത് ട്രേഡ് ആയിക്കോട്ടെ, ടെക്നിക്കൽ ആയിക്കോട്ടെ, ഏത് കാറ്റഗറിയിൽ ആയാലും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ ഈ ഒരു അവസരം എന്നുള്ളത് നല്ലൊരു ലക്കി ചാൻസ് തന്നെയാണ്. കാരണം SSCക്കും നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവുക. അതിന് പുറമേ ആയിട്ടാണ് ഇൻഡിവിജ്വലായിട്ട്, അതായത് പർട്ടിക്കുലർ ബാച്ചിലേക്ക്
ഇപ്പോൾ CRPF വിളിച്ചിട്ടുള്ളതും. അതുകൊണ്ട് SSC GD എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പറേഷൻ ഇതിനും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇത്തവണ ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുക. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്ത അന്ന് മുതൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ കൂടി ആരംഭിക്കുക. ഡ്രോൺ അക്കാഡമിയിൽ മെയ് 5 മുതൽ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ സീറ്റ് ബുക്കിംഗ് നടന്നിട്ടുള്ളത്. പ്രിയോറിറ്റിയും ആപ്ലിക്കേഷൻ കൊടുത്തവർക്ക് മാത്രമേ ഇവിടെ ലഭിക്കത്തുള്ളൂ. കാരണം ഈ വരുന്ന ഒരു 1-2 മാസം എന്നുള്ളത് നിങ്ങളൊരു പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണെങ്കിൽ, കാരണം ഓൺലൈൻ ഇതിൻ്റെ എത്രമാത്രം ബാധകമാവും എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഓഫ്ലൈൻ ക്ലാസ് മാത്രമായിരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഡ്രോൺ അക്കാഡമിയിൽ റെസിഡൻഷ്യൽ സൗകര്യത്തോടു കൂടിയുള്ള വേറൊരു കാര്യം, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഡ്രോൺ അക്കാഡമി അടുത്ത മാസം മുതൽ എന്നുള്ളത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ക്യാമ്പസിലേക്കാണ് മാറാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ ഏതാനും ദിവസങ്ങൾക്കകം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നതായിട്ടുള്ള ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ജയ് ഹിന്ദ്.